السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. فإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. സൂറത്തുൽ ബഖറയിലെ 22 മുതൽ 25 വരെ ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. 21-ാമത്തെ ആയത്തിൽ പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ കൽപ്പന, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം. അപ്പോ റബ്ബ് ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താണ് ആരാധ്യനാവാൻ അള്ളാന്റെ യോഗ്യത? അതാണ് ഖാലിഖിയത്ത്, സൃഷ്ടിപ്പ്. അല്ലദീ ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പോടെ ജീവിച്ചു മരിച്ചു പോയ പരകോടി ജീവജാലങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള നല്ല സ്വഭാവമുള്ള നല്ല മനുഷ്യരായിത്തീരാൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിപാലിക്കുകയാണ്. ഇതുവരെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു എന്താ പറയുക, ഖാലിഖിയത്ത്, സൃഷ്ടിപ്പ്, സൃഷ്ടാവാണ് എന്ന ആരാധനയുടെ ഏറ്റവും അർഹനാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അല്ലാഹു സൃഷ്ടാവാണ് എന്ന്. സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ പരിപാലിക്കുന്നുണ്ട്. റുബൂബിയത്ത് എന്നാണ്. റുബൂബിയത്ത് എന്ന സൃഷ്ടികളുടെ പരിപാലനം. അതിന് അല്ലാഹു ചെയ്തു വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായ സംഗതികളെ പറ്റി അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. അതിലൂടെ അള്ളാഹുവിന്റെ ആരാധ്യത അംഗീകരിപ്പിക്കാൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവനാകുന്നു, അല്ലദീ, അതായത് അവൻ യാതൊരുവനാണ്, ജഅല ലക്കും, നിങ്ങൾക്ക് അവൻ ആക്കി തന്നു. ജഅല എന്നുണ്ട് ആക്കിന, അൽ അർള, ഈ ഭൂമിയെ, ഫിറാശൻ, ഒരു വിരിപ്പ്. ഒരു കൊച്ചുകുട്ടിക്ക് ഒരു വിരിപ്പിൽ കിടക്കുന്നത് എത്ര സുരക്ഷിതത്വമുള്ളതാണ്, അതുപോലെ സുരക്ഷിതത്വമുള്ളതാക്കി പരകോടി ഉപഗ്രഹങ്ങളിൽ ഭൂമിയെ അള്ളാഹു മാറ്റി തന്നു എന്നതാണ്. അല്ലദീ, അതായത് ജഅല ലക്കും, നിങ്ങൾക്കവൻ ആക്കി തന്നിരിക്കുന്നു, അൽ അർള, ഈ ഭൂമിയെ, ഫിറാശൻ, ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല വസ്സമാഅ,
ആകാശത്തെയും അവൻ ആക്കി തന്നിരിക്കുന്നു ബിനാഅൻ മേൽക്കൂര. ബിനാ എന്ന് പറഞ്ഞ മേൽക്കൂര. വ അൻസല അവൻ ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു മിനസ്സമായി ആകാശത്തുനിന്ന് മാഅൻ വെള്ളത്തെ. ഫ അഖ്റജ അങ്ങനെ അവൻ ഉൽപ്പാദിപ്പിച്ചു. എങ്ങനെ? ഭൂമിയെ ശരിപ്പെടുത്തി അതിൽ വെള്ളം ഇറക്കി, ആ വെള്ളത്തിലൂടെ വെള്ളവും ഭൂമിയും മണ്ണും കൂടിക്കലർന്ന് അഖ്റജ അങ്ങനെ അവൻ പുറത്തു കൊണ്ടുവന്നു, ഉൽപ്പാദിപ്പിച്ചു, മുളപ്പിച്ചു. മിനത്തമറാത്തി പല വർഗങ്ങളിൽ നിന്ന് റിസ്ഖല്ലക്കും നിങ്ങൾക്കുള്ള റിസ്ക് ഭക്ഷണം. വലാ തജ്അലു അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കരുത്, ആക്കരുത്, സ്വീകരിക്കരുത് ഇല്ലാഹി അള്ളാഹുവിന് അന്താദൻ ഒരു സമന്മാരെ. അൻതും തഅലമൂൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കെ. ഏത് കാര്യം? നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ചതും ഭൂമിയെ വിരിപ്പാക്കി തന്നതും ആകാശത്തെ മേൽക്കൂരയാക്കിയതും വെള്ളമിറക്കി തരുന്നതും കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതുമൊക്കെ അള്ളാഹു ആണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരിക്കെ അള്ളാഹ്ക്ക് തുല്യനായി മറ്റൊരാളെ ഉണ്ടാക്കി അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയും ഒരു ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കരുത് എന്നാണ് 23-ാമത്തെ ആയത്തിൽ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കും. ഒന്ന് വിശദമായി പരിശോധിക്കാം. അല്ലദീ അതായത് ജഅല ലക്കും നിങ്ങൾക്ക് അവൻ ആക്കി തന്നിരിക്കുന്നു അൽ അർള ഈ ഭൂമി. അപ്പൊ വേറെ ഭൂമി ഉണ്ടോ? ഉണ്ട്, 7 ഭൂമി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഖബറിൽ വെക്കപ്പെട്ട ഒരു മനുഷ്യനെ. ഖബറിന്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകം കണ്ടിട്ടുണ്ട്, നരകത്തിലെ ഓരോ ശിക്ഷ കണ്ടിട്ടുണ്ട്, ആ ശിക്ഷക്ക് അർഹരാക്കുന്ന പാപങ്ങൾ എന്തൊക്കെയാണ് എന്നും നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. സ്വർഗം കണ്ടിട്ടുണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ലഭിക്കാൻ ആവശ്യമായ ഗുണഗണങ്ങൾ എന്താണെന്ന് പ്രവാചകന് മനസ്സിലായിട്ടുണ്ട്. മഹ്ശറയെ പറ്റി അള്ളാഹുവിന്റെ റസൂലുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, ഖബറിനെ പറ്റിയും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഭയാനകമായി തോന്നുന്നത് ഖബറുള്ള അവസ്ഥയാണ്. അപ്പോ ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹു അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. അപ്പൊ ഭൂമി ഈ പറയാൻ കാരണം, ഖബറിൽ വെച്ച് ഒരു മനുഷ്യനെ മലക്കൾ അടിക്കുമ്പോൾ അവൻ 7 ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകും എന്ന ഹദീസിൽ കാണാം. അപ്പൊ ഈ ഭൂമിയാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി അവൻ വിരിപ്പാക്കി. സൂറത്തു നബയിൽ അല്ലാഹു പറഞ്ഞു, അലം നജ്അലിൽ അർള മിഹാദ തൊട്ടിലാക്കി. തൊട്ടിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിട്ട് എത്രത്തോളം സുരക്ഷിതത്വമാണ്. കട്ടുമ്മ കിടത്തി പോകുന്ന ഇടക്കിടക്ക് നമ്മൾ പോയി നോക്കണമെങ്കിൽ ഉരുണ്ട് മറിഞ്ഞു പോയിട്ടുണ്ടാവും. തൊട്ടിൽ കിടത്തിയാൽ അവിടെ കിടന്നോളൂ. ആ ഒരു തൊട്ടിൽ ഒരു കുട്ടിക്ക് ഏത് പ്രകാരം സുരക്ഷിതത്വമുള്ളതാണോ, ഒരു വിരിപ്പിൽ എത്രത്തോളം കംഫർട്ടായിട്ടാണ് കുട്ടി ഉറങ്ങുന്നതെങ്കിൽ അതുപോലെ ഈ ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി വിരിപ്പാക്കി തന്നവനാകുന്നു അവൻ. 969 മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത് വരെ ചന്ദ്രനെ പറ്റി ഉണ്ടായിരുന്ന ശാസ്ത്രാവലോകത്തിന്റെ കാഴ്ചപ്പാട് ഭൂമിയിൽ ശാന്ത സമുദ്രത്തിൽ നിന്ന് വളരെ ആഴമേറിയ ഒരു ഭാഗമുണ്ട്, അവിടുന്ന് പൊട്ടിപ്പോയ ഭൂമിയുടെ ഒരു ഭാഗമാണ് ചന്ദ്രൻ എന്നായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഭൂമിയേക്കാൾ 3.5 ഇരട്ടി പ്രായമുണ്ട് ചന്ദ്രന്. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് 10 വയസ്സാണെങ്കിൽ ചന്ദ്രന് 35 വയസ്സായി നടക്കും. പക്ഷേ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു സംവിധാനവും ചന്ദ്രനിലില്ല. ഉൽക്കകളും കൊള്ളിമീനുകളും വീണ് വികൃതമായി കിടക്കുന്ന ചന്ദ്രോപരിതലം കാണുമ്പോഴാണ് ഭൂമിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. അത് അല്ലാഹു സൂറത്തുർ റഹ്മാൻ വൽ അർള വദഅഹാ ലിൽ അനാം. ഈ ഭൂമിയെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ അല്ലാഹു വെച്ചു തന്നത്. വെച്ചു എന്ന് പറഞ്ഞാൽ വദഅത്താൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചു എന്ന് പറഞ്ഞാൽ തിന്നാൻ പാകത്തിൽ വെച്ചു എന്നാണ്. കുറച്ച് അരിയും സാധനം കൊണ്ടുപോയി വെച്ചാൽ ഭക്ഷണം വെച്ചു എന്ന് പറയാം, വദഅത്താൻ എന്ന് പറയില്ല. കഴിക്കാൻ പാകത്തിൽ വെച്ചതിനാണ് വദഅത്താൻ, ഭക്ഷണം വെച്ചു എന്ന് പറയാം. അപ്പൊ ഭൂമിയെ ജനങ്ങൾക്കായിട്ട് അല്ലാഹു വെച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്, വായുവുണ്ട്, മർദ്ദമുണ്ട്, ആകർഷണ വലയമുണ്ട്, എല്ലാം ഉണ്ട്. ആ രൂപത്തിൽ അല്ലാഹു ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നു.
സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞു അല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല, അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് ഈ പ്രകാരം കീഴൊതുക്കി തന്നിരിക്കുന്നത്. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ മുകളിലൂടെ നിങ്ങൾ സ്വച്ഛന്തം ജീവിച്ചു കൊള്ളുക. മനുഷ്യന് ഭൂമിയോടുള്ള മനുഷ്യന്റെ ബന്ധം ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഭൂമി തന്നെയാണ് ആശ്രയം. ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിന്റെ മുകളിലാണ്. അതേപോലെ അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഭൂമി അള്ളാഹു സംവിധാനിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിന്റെ മുകളിലാണെങ്കിൽ മരിച്ചാൽ ഭൂമിന്റെ ഉള്ളിലാണ്. രണ്ട് ആളുകൾക്കും ഭൂമി ആവശ്യമാണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഖുർആൻ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിലേക്ക് വെക്കപ്പെട്ട ശരീരത്തിലേക്ക് പിടിമണ്ണ് വാരിയിടുന്ന ഒരു ചടങ്ങുണ്ട്. അതൊരു പക്ഷേ സ്ത്രീകൾക്ക് വരികയുണ്ടാവില്ല, പുരുഷന്മാർക്കൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ ഒരു ആയത്താണ്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ സമുദായത്തിലും ആ പ്രാർത്ഥന ഉണ്ട്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. അവസാനത്തെ ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ദുനിയാവിൽ മനുഷ്യർ മറ്റൊരു മനുഷ്യന് നൽകേണ്ടുന്ന അവസാനത്തെ പ്രവർത്തനം പിടിമണ്ണ് വാരിയിടുക. ആ മണ്ണ് വാരിയിടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സൂറത്ത് ത്വാഹയിലെ ആയത്താണ്. അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ ആളുകൾക്കും അതേ പ്രാർത്ഥനയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ വരുന്ന ആളുകളുടെ അഭിവാദന രീതിയാണ് എന്ന് പറയുന്നത് പോലെ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ പ്രാർത്ഥനയാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്തു താഹിൽ ആയത്തായിട്ട് എടുത്തു പറഞ്ഞു. മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് ഇതാ നിങ്ങൾ മടക്കപ്പെടുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, ഒരിക്കലൂടെ ഈ മണ്ണിൽ നിന്ന് അല്ലാഹു നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മനുഷ്യനെ ദുനിയാവിൽ നമ്മൾ യാത്രയാക്കുന്നത് എങ്കിൽ ഭൂമിയും മനുഷ്യൻ തമ്മിൽ അഭേദ്യമായ ബന്ധത്തെയാണ് ഇത് കുറിക്കുന്നത്. എൻ്റെ കുട്ടി, ചെറിയ കുട്ടിയുമായി ഞങ്ങളെ വീട്ടിൽ വന്നാൽ അവൻ ഒരിക്കലും എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങൂല. കാരണം എന്താ പറയുക, ഇത് അവന്റെ വീടല്ല, അവന്റെ വീടല്ല അവന്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മുറ്റത്ത് വെച്ചാൽ മോൻ ഓടിക്കളിക്കും. കാരണം ഭൂമി അവൻ്റെതാണ്. ഭൂമി മനുഷ്യനെ മാടി വിളിക്കും. കൊച്ചുകുട്ടികൾ പുറത്തിറങ്ങാതെക്കാൻ വേണ്ടി നമ്മൾ വാതിൽക്ക് തടസ്സം വെക്കല, അല്ലെ വാതിൽ അടച്ചിടല. അടച്ചിട്ടില്ലെങ്കിൽ അവൻ പുറത്തേക്ക് പോകും. എന്താ കാരണം, ഭൂമി അവനെ മാടി വിളിക്കും. ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ, അള്ളാഹു ഉണ്ട്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട്, അവൻ ഏകനാണ്, അവനെ ആരാധിക്കണം, അവന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തണം എന്ന് പറയാനുള്ള ഖുർആൻ വന്നത്. അതിനാദ്യം അള്ളാനെ പരിചയപ്പെടുത്തണം. ഖുർആൻ ഇറങ്ങിയത് അക്ഷരജ്ഞാനമില്ലാത്തൊരു വിഭാഗത്തിലേക്കാണ്, ഉമ്മിയീങ്ങളാണ്. അവരോട് അള്ളാഹു അവന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞ 4 വിഷയങ്ങളുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്തിഹത്. എങ്ങനെയാണ് ഈ ഭൂമി ഉരുണ്ടതാണെങ്കിൽ പോലും നമ്മൾക്കത് ആ ഉരുളിച്ച അനുഭവപ്പെടാത്ത രൂപത്തിൽ എങ്ങനെ മനുഷ്യർക്ക് ഇത് വിധാനിച്ചു തന്നു എന്ന് നോക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റി ചിന്തിക്കാൻ നിരക്ഷരരായ അറബികളോട് അള്ളാഹു ആവശ്യപ്പെട്ട 4 കാര്യത്തിൽ ഒന്ന് വഇലൽ അർദി, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, കൈഫ സുത്തിഹത്, എങ്ങനെയാണത് പരത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഭൂമി ഈ കാണുന്ന രൂപത്തിൽ സൗകര്യപ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. ലോകത്ത് എവിടെങ്കിലും ജീവനുണ്ടോ എന്ന അന്വേഷണം തുടങ്ങി എത്രയോ കാലമായി. പക്ഷെ ഇന്ന് വരെ ഒരടയാളവും ഒരു ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഭൂമിയിൽ അതിന്റെ പച്ചപ്പ് നിലനിൽക്കുന്നു. അലം നജ്അലിൽ അർള മിഹാദൻ എന്ന് സൂറത്തു നബയിൽ പറഞ്ഞതുപോലെ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, ആകാശത്തെയും അവൻ ആക്കി തന്നില്ലേ. അല്ലദീ ജഅല ലക്കും എന്നതിനോട് ചേർന്നാണ് ഇതൊക്കെ വരുന്നത്. ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ മേൽക്കൂരയുമാക്കി. എന്തിനാ മേൽക്കൂര? അതിന്റെ മുകളിൽ നിന്ന് വരുന്ന എല്ലാ ഉപദ്രവത്തിൽ നിന്നും നമ്മെ തടുക്കുവാൻ. സഖ്ഫം മഹ്ഫൂള എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു.
സുരക്ഷിതത്വം നൽകുന്ന മേൽക്കൂരയായി അള്ളാഹു ആകാശത്തെ സംവിധാനിച്ചു എന്ന്. ആകാശവും നമ്മളും തമ്മിലുള്ള ബന്ധം, ആകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരുപാട് അറിവുകളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹ് ഫിസ്സമ, അള്ളാഹു എവിടെ എന്ന ചോദ്യത്തിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറുപടി ആകാശത്ത് നിന്നാണ്, ഉപരിലോകത്ത് നിന്നല്ലോ. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നത് അത് അദ്വൈതവാദമാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. എന്താണ് എന്റെ തെളിവ്? സൂറത്തുൽ മുൽക്കിൽ 2 ആയത്ത്. സൂറത്തുൽ മുൽക്കിന്റെ പ്രാധാന്യം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ഖുർആനി സൂറത്തുൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, വഫീഹി 30 ആയത്തുൻ, അതിൽ 30 ആയത്തുണ്ട്. എല്ലാ ദിവസവും അത് ഓതി, അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം രാത്രി എന്നും അത് ഓതിയാൽ ഖബർ ശിക്ഷയിൽ അള്ളാഹു രക്ഷപ്പെടുത്തും. ആ സൂറത്ത് അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി അതിശക്തമായി വാദിച്ച് ശുപാർശ പറയും. ആ സൂറത്തുൽ മുൽക്കിൽ 2 ആയത്തിലാണ് അള്ളാഹു ഉപരിലോകത്താണ് എന്ന അടിസ്ഥാന വിഷയം ലോകത്തെ സൃഷ്ടാവ് പഠിപ്പിച്ചിട്ടുള്ളത്. അമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാ അൻ യുർസില അലൈക്കും ഹസിബൻ ഫസതഅലമൂന കൈഫ നദീർ. ഉപരിലോകത്തുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അവൻ നിങ്ങളിലേക്ക് ശിക്ഷ ചൊരിയുന്നതിനെ സംബന്ധിച്ച്. അപ്പൊ ഉപരിലോകത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഫിസ്സമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഒരടിമ സ്ത്രീയെ കൊണ്ടുവന്നു. അവൾ വിശ്വാസിനിയാണോ അല്ലേ എന്ന് പരിശോധിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഞാൻ ആരാ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണ്. ശരി, അയിൻ അള്ളാഹ്, അള്ളാഹു എവിടെയാണ്? അതിന് ആ അടിമ സ്ത്രീ പറഞ്ഞു, ഫിസ്സമ, ഉപരിലോകത്താണ്. ഈ 2 മറുപടി കേട്ടപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞു, മുഅ്മിനാണ്, വിശ്വാസിയാണ് എന്ന് പറഞ്ഞ ചരിത്രം ഹദീത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അപ്പൊ ആകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, അള്ളാഹു ഉപരിലോകത്താണുള്ളത്, ആകാശലോകം. 7ാം ആകാശത്തിന്റെ മുകളിൽ വലിയൊരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ മുകളിലാണ് അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ സിംഹാസനം. അപ്പൊ അതും 2ാമത്തെ സംഗതിയാണ്. എന്താണ് 2ാമത്തെ സംഗതി? അള്ളാഹുവിന്റെ അർശ് 7ാം ആകാശത്തിന്റെ മുകളിലുള്ള വളരെ വലിയൊരു സമുദ്രത്തിന്റെ മുകളിലാണ്. ഇത് 2ാമതായി മനസ്സിലാക്കേണ്ട സംഗതി. അടുത്തത് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. സൂറത്തുൽ സജദ പരിശോധിച്ചു നോക്കുക. യുദബ്ബിറുൽ അംറ, അള്ളാഹു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. മിനസ് സമാഇ ഇലൽ അർദ്, ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക്, അവിടുന്ന് ഇങ്ങോട്ടാണ് നിയന്ത്രണങ്ങൾ. അവിടെ ഇരുന്നു കൊണ്ടാണ് അള്ളാഹു ഈ ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതാണ് 3ാമത്തെ സംഗതി. 4ാമത്തത് യഅ്റുജുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. അപ്പൊ അള്ളാഹുവിലേക്ക് കയറിപ്പോവുക, അത് ലോകത്തൂടെയാണ് അവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലക്കൾ പല ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്കറിയാം, രാവിലെ സുബീക്ക് ഇവിടെ വരുന്ന മലക്കളുണ്ട്, സുബീക്ക് ഇവിടെ തിരിച്ചു പോണ മലക്കളുണ്ട്. അസറിന് ഇവിടെ വരുന്ന മലക്കളുണ്ട്, അസറിന് ഇവിടെ തിരിച്ചു പോണ മലക്കളുണ്ട്. സുബീക്ക് വന്ന മലക്കൾ അസറിനാണ് തിരിച്ചു പോവുക. രാത്രി ഡ്യൂട്ടിയുള്ള മലക്കൾ അസറിനാണ് ഇറങ്ങി വരിക. ഇവർ 2 പേരും യോജിക്കുന്ന സമയമാണ് സുബഹിയും അസറും. ആ സമയത്ത് നമസ്കരിച്ചാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അള്ളാഹിന്റെ അടുക്കൽ ഈ മലക്കൾ ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കും, നിങ്ങൾ പോരുമ്പോ എന്റെ അടിമകൾ എന്ത് ചെയ്യാണ്? അള്ളാഹ്ക്കറിയാം, എന്നാലും ചോദിക്കുകയാണ്. അപ്പൊ അവർ പറയും, സുബീക്കും അസറിനും ജമാഅത്തിനും വന്ന ആളുകളെ പറ്റി, അള്ളാഹുവെ, ഞങ്ങൾ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഒരു നിസ്കരിക്കുകയാണ്, ഞങ്ങൾക്ക് പോരുമ്പോഴും ഒരു നിസ്കരിക്കുകയാണ്. എങ്കിൽ അള്ളാഹു അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു, പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഒരു വിഭാഗം മലക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾ, ഇതൊരു കൂട്ടായ്മയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ബൈനഹും. അള്ളാഹിന്റെ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനും ചർച്ച ചെയ്യാനും ഏത് രൂപത്തിൽ എവിടെ എന്റെ അടിമകൾ ഒരുമിച്ച് കൂടിയാലും
ഘശിയത്തുഹുർ റഹ്മ, നസലത്ത് അലൈഹിമുസ് സക്കീന, ഹഫ്ഫത്തുഹുമുൽ മലായിക, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിയും, അവരുടെ മനസ്സിലേക്ക് സമാധാനം കിനിയും. അവരെ പറ്റി അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹു അഭിമാനത്തോടുകൂടി സംസാരിക്കും. അപ്പം അങ്ങനെ അള്ളാഹുവിന്റെ ദിക്റുകൾ, ഖുർആൻ ഓതുന്ന, പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന സദസ്സുകൾ എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുന്ന മലക്കുകളുണ്ട്. അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും ഇവിടെ മലക്കളുടെ ഖുർആൻ തന്നെ ഒരുപാട് മലക്കളുടെ ഡ്യൂട്ടികൾ പറഞ്ഞിട്ടുണ്ട്. നന്മ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കളുണ്ട്, ആത്മാവിനെ പിടിച്ച് ആത്മാവിനെ കൊണ്ടുപോകുന്ന മലക്കളുണ്ട്. അതേപോലെ തന്നെ ഓരോ സംഗതിക്കും അള്ളാഹു നിശ്ചയിച്ച മലക്കൾ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും ആകാശ ലോകത്താണ്. അത് ആകാശവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട നാലാമത്തെ സംഗതി. 5, അള്ളാഹിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ബർക്കത്തും അവന്റെ ഭാഗത്തുള്ള ശിക്ഷയും ആകാശത്ത് നിന്നിട്ട് കീഴ്പ്പെട്ടിറങ്ങുക. റഹ്മ, അവരെ സമാധാനം പൊതിയും എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മലക്കൾ അവരെ പൊതിയും. ആകാശ ലോകത്ത് ബറക്കാത്തുമിന സമാ, ആകാശത്തു നിന്നാണ് ബറക്കത്തുകൾ ഇറങ്ങുന്നത്. റിജ്സുമിന സമാ, ആകാശത്ത് നിന്ന് ശിക്ഷ ഇറങ്ങുന്നു. അപ്പൊ റഹ്മത്താവട്ടെ, ബർക്കത്താവട്ടെ, ശിക്ഷയാവട്ടെ, എല്ലാം ഇറങ്ങുന്നത് ആകാശ ലോകത്തിന് കീഴ്പ്പെട്ടാണ്. അതാണ് 5-മത്തെ സംഗതി. 6-മത്തത് നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആത്മാവ്, ഇതെല്ലാം അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നതും ആകാശ ലോകത്തൂടെയാണ്. ലോകത്ത് 780 കോടി മനുഷ്യരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ കവാടങ്ങൾ അള്ളാഹു ആകാശ ലോകത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ കവാടത്തിലൂടെയാണ് എന്റെ അമലുകൾ, എന്റെ ദുആ, എന്റെ തേട്ടം എല്ലാം കയറിപ്പോകുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഹാനിൽ ഫിർഔൻ മരിച്ചു കിടക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അത് അല്പം പരിഹാസ രൂപേണയാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ആളാണല്ലോ, അവൻ എന്നും മുങ്ങി കുളിക്കുന്ന സ്ഥലത്താണ് മുങ്ങി മരിച്ചത്. അവൻ പടച്ചോനല്ല എന്നുള്ള 1-മത്തെ തെളിവാണ്. അവൻ മരിച്ചു കിടക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹിൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. എത്ര അരുവികളും പൂന്തോട്ടങ്ങളുമാണ് പ്രവാചകരെ ഫിർഔൻ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോയത്. അവൻ സുഖിച്ച് മെതിച്ച് ആസ്വദിച്ച് നടക്കുന്ന, ഒരാൾക്കും ആസ്വദിക്കാൻ കൊടുക്കാതെ സംരക്ഷിച്ചിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങൾ. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ മറ്റൊരു സമുദായത്തിന് അനന്തരമായി നൽകിയില്ലേ. എന്നിട്ട് അള്ളാഹ് പറയാം, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. ആകാശഭൂമികൾ അവൻ മരിച്ചതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിച്ചില്ലല്ലോ. പടച്ചോനാണല്ലോ മരിച്ചടക്കണത്, പടച്ചോന്റെ സൃഷ്ടികളൊക്കെ കരയണ്ടേ. അള്ളാഹ് കളിയായിക്കൊണ്ട് പറയാൻ. ഈ ആയത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ആകാശവും ഭൂമിയും കരയുമോ? അള്ളാഹ് പറഞ്ഞല്ലോ, ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർള്. ഫിറൗൻ നശിച്ചിട്ട് മരിച്ചിട്ട് ആകാശം ഭൂമി കരഞ്ഞില്ലല്ലോ, എങ്ങനെ കരയല്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശം കരയും. ആകാശത്തുകൂടെ നമ്മുടെ അമലുകൾ കയറിപ്പോകാൻ അള്ളാഹു നിശ്ചയിച്ച ആ കവാടം അമലുകൾ വരാതെയാകുമ്പോൾ കരയും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ ആകാശ ലോകത്ത് നമ്മുടെ അമലുകളൊക്കെ കയറിപ്പോകുന്ന സ്ഥലം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നുസൂൽ, അള്ളാഹ് ഇറങ്ങും എല്ലാ ദിവസവും. രാത്രിയുടെ 2/3 ഭാഗം കഴിയുമ്പോൾ അവസാന യാമം, അന്ത്യയാമത്തിൽ അള്ളാഹു ഇറങ്ങി വരുന്നത് 7-ാം ആകാശത്തു നിന്ന് 1-ാം ആകാശത്തിലേക്കാണ്. അതാണ് ആകാശവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി. അറഫയിൽ വെള്ള വസ്ത്രം ധരിച്ച് വെളുത്ത മേഘത്തെ പോലെ പാരാവാരം പോലെ അറഫയിൽ നിന്ന് അള്ളാഹുവിലേക്ക് കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഹാജിമാരെ ആകാശ ലോകത്തു നിന്ന് നോക്കിയിട്ട് അള്ളാഹു മലക്കളുടെ അഭിമാനത്തോടുകൂടി സംസാരിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അതാണ് 7-മത്തെ സംഗതി. അതേപോലെ തന്നെ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ മലക്കളുടെ ഖിബിലയാണ്. അത് നമ്മുടെ ഖിബിലന്റെ നേരെ മുകളിൽ 7-ാം ആകാശം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ഭാര്യ സാറ റളിയല്ലാഹു അൻഹയും ആ ബൈത്തുൽ മഅമൂറിന്റെ അടുത്ത് നിൽക്കുന്നതും ഇരിക്കുന്നതുമായി
മിറാജിന്റെ രാത്രി അള്ളാഹുവിന്റെ റസൂല് കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ആകാശലോകത്തെ മേൽക്കൂരയായിക്കിട്ടും അവൻ തന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആകാശലോകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഭൂമിയെ വിരിപ്പാക്കി തന്നു, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നു, അന്തരീക്ഷത്തിന് മുകളിൽ നിന്ന് വരുന്ന എല്ലാ അപകടകരമായ രശ്മികളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്, ആകാശലോകമാണ്. ഇരിക്കട്ടെ. അവൻ ഇറക്കുകയും ചെയ്തില്ലേ മിനസ്സമായി ആകാശത്തുനിന്ന് മാൻ വെള്ളത്തെ. മഴയെ പറ്റിയാ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മഴ ഇറങ്ങുന്നത് ആകാശലോകത്ത് നിന്നല്ല. ആകാശലോകത്ത് മഴ ഇറങ്ങിയാൽ ഏത് കാലത്താണ് അവിടെ എത്തുക? അപ്പൊ എന്താ പറഞ്ഞതിനർത്ഥം? ഉപരിലോകത്ത് നിന്ന് അർത്ഥമുള്ളൂ. ഒരു 2000 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് മഴ പെയ്യുന്നത്. ആ മഴ ആണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അത് മുകളിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അല്ലാതെ 500 കോടി പ്രകാശ വർഷം അകലെയുള്ള ഒന്നാം ആകാശത്തു നിന്നാണ് മഴ വരുന്നത് എന്ന് ആരും മനസ്സിലാക്കരുത്. അത് ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മേഘപ്പാളികളിൽ നിന്നും. അവൻ വരുന്നത് മേഘത്തുനിന്ന്. കണ്ണുനീർ തുള്ളിയെ പോലുള്ള വെള്ളം കീഴ്പോട്ടിറക്കുന്നത് ഞാനാണോ അതല്ല നിങ്ങളാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, ഉപരിലോകത്തുനിന്ന് അവൻ എന്ത് ചെയ്യുന്നു? വെള്ളം ഇറക്കുന്നു. വെള്ളം എന്നത് ജീവന്റെ അടിസ്ഥാനമാണ്. ജീവനുള്ള സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് എന്ന് താങ്കൾ കാണുന്നില്ലേ? എന്നിട്ട് എന്തേ നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, അന്യഗ്രഹത്തിന് ജീവനുണ്ടോ എന്ന അന്വേഷണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ജീവനുണ്ടോ എന്ന് അന്വേഷിക്കൽ എങ്ങനെ അറിയോ? അവിടെ വെള്ളം ഉണ്ടോ എന്നാണ്. വെള്ളം ഉണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വെള്ളമുണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവും എന്നതാണ് ശാസ്ത്രലോകം പോലും പറയുന്നത്. വെള്ളത്തിന്റെ പ്രാധാന്യത. സ്വർഗത്തെ പറ്റി പറയുമ്പോൾ അള്ളാഹ് പറയുന്നത് അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമം. സ്വർഗത്തിന് സ്വർഗീയത നൽകുന്നത് പോലും അടിയിലൂടെ ഒഴുകുന്ന ആരാമമാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുക. സൂറത്തു ദഹറിൽ വലിയ പുണ്യകർമ്മം ചെയ്ത പുണ്യവാന്മാർ, അബറാർ എന്നാ പറയാം. ബിറ് എന്നുള്ളത് നന്മ എന്നാ. അത് ചെയ്യുന്ന കുറെ ആളുകൾക്കാണ് അബറാർ എന്ന് പറയാം. അവര് കുടിക്കുകയാണ് സ്വർഗത്തിലെ കർപ്പൂരം കലർത്തിയ പാനീയം. ആ കർപ്പൂരം കലർത്തിയ പാനീയം കുടിക്കാൻ അവർ ചെയ്ത നന്മ, ഏത് നന്മ ചെയ്താലും ആ നന്മ ചെയ്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം. നേർച്ച വീട്ടുന്ന അടിമകൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥർക്കും അള്ളാഹിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ഭക്ഷണം നൽകുന്ന പുണ്യവാന്മാർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരുപാട് പ്രതിഫലത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞു. യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. കർപ്പൂരം കലർത്തിയ പാനീയമാണ്. നമുക്കറിയാം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം, മറ്റൊരു അംബിയാ മുർസലീങ്ങൾക്കും നൽകാത്ത അനുഗ്രഹം അള്ളാഹ് എടുത്തു പറഞ്ഞത് ഹൗദുൽ കൗസർ എന്ന സ്വർഗത്തിലെ അരുവിയാണ്. അത് സ്വർഗത്തിലെ അരുവിയാണ്. അതിന്റെ ഒരു ഭാഗം മഹ്ശറയിൽ ഉണ്ടാവും. അതിന്റെ ഒരു ഭാഗം മഹ്ശറ, ബാക്കി സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ ഒരരുവിയെ പറ്റി അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല, സൗദി അറേബ്യ എന്ന ഇന്നത്തെ സൗദി അറേബ്യയുടെ രൂപീകരണത്തിനും ആവിർഭാവത്തിനും അടിത്തറ പാകിയത് യുഗങ്ങളുടെ ആത്മദാഹം തീർത്ത വറ്റാത്ത നീരുറവയായ സംസമായിരുന്നു. നമുക്കറിയാലോ, ഒരു മനുഷ്യൻ താമസിക്കാത്ത അറേബ്യയിലേക്ക് ജനങ്ങളെ ആകർഷിച്ചതും ഇന്ന് കാണുന്ന സകല ഡെവലപ്മെന്റും സൗദി അറേബ്യക്ക് നൽകിയതും സംസമിന്റെ ആവിർഭാവമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ വെള്ളത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അതാ ഖുർആൻ പറഞ്ഞത് വഅൻസല മിനസ് സമാഇ മാഅ. വെള്ളമില്ലെങ്കിൽ മനുഷ്യനില്ല. എല്ലാ സംസ്കൃതികളും ഭൂമിയിൽ ഉണ്ടായത് നദീതടത്തിലാണ്. സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, നൈൽ നദീതീരത്തുണ്ടായ സംസ്കാരമാണ്. എല്ലാ സാംസ്കാരികമായ സംസ്കൃതികളും ഉയർന്നു വന്നതും തളച്ചു വളർന്നതും നിലനിന്നതും രൂപം കൊണ്ടതും
വെള്ളവുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനുഷ്യന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ഫ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ, എങ്ങനെ ഭൂമിയെ ഈ കോലത്തിലാക്കി അതോടുകൂടി വെള്ളം ഇറക്കി ഭൂമിയും മണ്ണും തമ്മിൽ കൂടിക്കലർന്നു. അങ്ങനെ അങ്ങനെ അവർ ഉൽപ്പാദിപ്പിച്ചു ബിഹി ആ മഴ മൂലം മിനത്തമറാത്തി പല വർഗങ്ങളിൽ നിന്ന് റിസ്ഖല്ലക്കും നിങ്ങൾക്കുള്ള ഭക്ഷണം. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ കൊടുത്ത 3 വാഗ്ദാനങ്ങളിൽ ഒന്ന് വലക്കും ഫിൽ അർളി മുസ്തഖറുൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അക്കോമഡേഷൻ ഉണ്ട് എന്നതാണ് ഒന്ന്. 2 ജീവിത വിഭവം, ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം നമുക്ക് കിട്ടുന്നത് ഈ കൃഷിയിലൂടെയാണ്. നേർക്ക് നേരെ സസ്യം കഴിക്കാത്ത മാംസബുക്കുകളായ ജീവികളും പരോക്ഷമായിട്ട് ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. കാരണം അവർക്ക് തിന്നാനുള്ള മാനും മുയലും തിന്നുന്ന എന്താണ്? ഈ കൃഷിയാണ്. കൃഷി തിന്ന് അല്ലെങ്കിൽ ചെടികൾ തിന്ന് വളരുന്ന മാനിനെ പിടിക്കുന്ന സിംഹം, ചെടികൾ നേർക്ക് നേരെ കഴിക്കുന്ന ഈ മാനും മുയലും ഒക്കെ ആശ്രയിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൃഷിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു കൃഷിയെപ്പറ്റി ഇവിടെ പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ളത്. കൃഷിയും വെള്ളവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ. വെള്ളമില്ലെങ്കിൽ കൃഷിയില്ല. ആ വെള്ളാണ്ട് ചെല്ലുമ്പോൾ മണ്ണിന്റെ രൂപണ്ട് മാറുക, മണ്ണിന്റെ സ്വഭാവം മാറുക. കുട്ടികൾ കളിച്ച് പൊടിമണ്ണ് പാറി ഉണങ്ങി വരണ്ട് ചുക്കി ചുളിഞ്ഞ് പുല്ലുകളൊക്കെ ഉണങ്ങി ധൂളികളായി പാറിപ്പോയ ഗ്രൗണ്ടിൽ ഒരു മഴ പെയ്താൽ പിറ്റേന്ന് രാവിലെ നമ്മൾ കാണുന്നത് കിളിർത്ത് വരുന്ന പുല്ലുകളും ചെടികളുമാണ്. അതാണ് വെള്ളവും മണ്ണും തമ്മിലുള്ള ബന്ധം. ആ മണ്ണിൽ നിന്നുണ്ടായ ഭക്ഷണം വീണ്ടും മണ്ണായി മാറും. നിങ്ങൾ നോക്കും, മണ്ണാണ് ഭക്ഷണമായിട്ട് നമ്മളെ കയ്യിലേക്ക് തരുന്നത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഫൽയൻദുറിൽ ഇൻസാനു ഇലാ ത്വഅമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا عنبا وقضبا وزيتونا ونخلا. എത്ര വിശദമായിട്ട് അല്ലാഹു പറഞ്ഞു ഫൽയൻദുറിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ, ഇലാ ത്വഅമിഹി അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി. എത്ര മനുഷ്യരുടെ അധ്വാനമാണ്. ആ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പിടി ചോറ്, ആ ചോറ് മണ്ണാണ്. തിന്നണ നമ്മളും മണ്ണാണ്. എന്നാൽ ആ ചോറിലേക്ക് ഒരു തന്നെ മണ്ണ് വീണാൽ നമ്മൾ തിന്നൂല. ഒരു അത്ഭുതം നോക്കണം. തിന്നണ മനുഷ്യൻ മണ്ണ്, തിന്നുന്ന ധാന്യം മണ്ണിൽ നിന്നുണ്ടായത്. എന്നാൽ ആ ധാന്യത്തിലേക്ക് ഒരു തരി മണ്ണ് വീണാൽ നമ്മൾ തിന്നൂല. നമ്മൾ തിന്ന ഭക്ഷണം പിന്നെന്തായി പോകുന്നു? വേസ്റ്റായി വീണ്ടും മണ്ണായി പോകുന്നു. ഈ തിന്ന ഞാൻ എന്താണെന്ന് മരണശേഷം മണ്ണായി മാറുന്നു. അതൊക്കെ മാറ്റുന്ന ഏതാ? ഈ വെള്ളമാണ്. അതാണ് വെള്ളവും മണ്ണും തമ്മിലുള്ള ബന്ധം. അതാണ് നിങ്ങൾക്ക് ഭക്ഷണമായി അവൻ പല വർഗങ്ങളെ ഈ മഴയിലൂടെ അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കരുത്, ആക്കരുത് ഇല്ലാഹി അള്ളാഹുവിന് നിദ്ദൻ, അന്താദൻ. അന്താദ് എന്ന് പറഞ്ഞാൽ നിദ്ദുൻ എന്നതിന്റെ ബഹുവചനമാണ്, പകരക്കാർ. അള്ളാന്റെ സ്ഥാനത്ത് വേറെ ഒരാളെയും പരിഗണിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചിരിക്കെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നും പരിപാലകൻ അള്ളാഹുവാണ് എന്നും ഭക്ഷണം നൽകുന്ന അള്ളാഹുവാണ് എന്നും ഈ അത്ഭുതങ്ങളെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കിയത് അള്ളാഹുവാണ് എന്നും അംഗീകരിച്ച് മനസ്സിലാക്കുന്ന നിങ്ങൾ പിന്നെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ആരാധന കൊടുക്കാൻ മറ്റൊരു പകരക്കാരനെ ഉണ്ടാക്കരുത്. ഉണ്ടാക്കൽ നമ്മളെ പണിയാണ്, അള്ളാന്റെ പണിയല്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അയ്യു ദംബി അളമു, ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് ഏറ്റവും ഗൗരവമുള്ള പാപം ഏതാണ്? അവിടുന്ന് പറഞ്ഞു അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ അവന് നീ പകരക്കാരെ ഉണ്ടാക്കലാണ്. അള്ളാഹു നൽകുന്ന, അള്ളാഹു രക്ഷിക്കുന്നത് നമ്മൾ രക്ഷിക്കുന്ന മറ്റൊരാളില്ല. ഇന്ന് അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റി മരിച്ചുപോയ മനുഷ്യരിലേക്ക് മനുഷ്യരെ ചേർക്കാൻ എന്താണ് മാർഗമെന്നാണ്
വലിയ ഗവേഷണവും ചിന്തയും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കണം, സഹായം തേടണമെന്ന് പറയുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായം എന്താണ്? അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ്. അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? കൊടുത്തവനോടല്ലേ ചോദിക്കാൻ ഏറ്റവും നല്ലത്? ഇയാൾക്ക് എന്തൊക്കെ കഴിവാ കൊടുത്തത്, എപ്പോഴാ കൊടുക്കല്, എത്ര കൊടുക്കല് എന്ന് വല്ല കണക്കുണ്ടോ? ഒരു കണക്കും നമുക്കറിയില്ല. എങ്കിൽ എല്ലാം കൊടുക്കണതാരാ? അള്ളാഹ് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ പിന്നെ എല്ലാവരും അള്ളാഹിനോട് ചോദിച്ചാൽ പോരെ? എത്ര ലളിതമാണത്. അതുകൊണ്ട് ഫലാത്തജഅലുലില്ലാഹി അന്താദ, എല്ലാത്തിനും എല്ലാവരെക്കാളും വലിയവൻ അള്ളാഹുവാണ്. എല്ലാത്തിനേക്കാളും പരിഗണന അള്ളാഹുവാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഒരു മനുഷ്യൻ ശ്രമിക്കേണ്ടത്, അവന്റെ പകരക്കാരനെ ഉണ്ടാക്കാനല്ല. അതാണ് ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ. അള്ളാന്റെ സ്ഥാനം വേറെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല. അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ, അള്ളാഹിനെ പരിഗണിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് പെരുമാറുന്നത് പോലെ വേറെ ഒരാളെയും പരിഗണിക്കാൻ പാടില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. 21-ാമത്തെ ആയത്ത് അള്ളാഹു ഖാലിഖിയ്യത്ത്, ഖലഖ് സൃഷ്ടിപ്പിന്റെ അധികാരം അള്ളാഹ്ക്കാണെന്ന് പഠിപ്പിച്ചു. 22-ാമത്തെ ആയത്തിൽ ഈ അള്ളാഹുവാണ് പരിപാലിക്കുന്നത്. ഭൂമിയും വെള്ളവും ഭക്ഷണമൊക്കെ തന്ന് നിങ്ങളെ പരിപാലിക്കുന്ന അള്ളാഹുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അള്ളാഹ്ക്ക് സമന്മാരെ ഉണ്ടാക്കരുത്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം. ഉലൂഹിയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക. ഹാലിഖിയത്തിലൂടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവും ആണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുന്നതിലൂടെ, റുബൂബിയത്തിലൂടെ പരിപാലകൻ അള്ളാഹുവാണ് എന്ന് പറയുന്നതിലൂടെ, ഉലൂഹിയത്ത് ആരാധ്യനായിരിക്കുക എന്നത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു ശൈലി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇതിൽ ആദ്യത്തെ രണ്ടും എല്ലാവരും അംഗീകരിക്കും. ഏത്? സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. പക്ഷെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് തെറ്റിപ്പോണത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബലിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ജനങ്ങളോട്, അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ വേറെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോ മക്കയിലെ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഈ മുഹമ്മദ് വന്നിട്ട് എല്ലാ കുലദൈവങ്ങളെയും ഗോത്രദൈവങ്ങളെയും ഒക്കെ ഒന്നാക്കുകയാണോ? ഇത് വലിയ അത്ഭുതമുള്ള സംഗതിയാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല. വലാ തജ്അലൂ ലില്ലാഹി അന്താദ. അപ്പൊ അത് അംഗീകരിക്കണമെങ്കിൽ ആദ്യം അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിക്കണം. അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അംഗീകരിക്കണം. അതാണ് ഖുർആൻ ആദ്യമായി പറഞ്ഞത്, ഇഖ്റ, വായിച്ച് പഠിക്കണം. എന്തിന്? ബിസ്മി റബ്ബിക, റബ്ബിനെ കണ്ടെത്താൻ. പഠനം എന്തിനാണ്? വായന എന്തിനാണ്? ചിന്ത എന്തിനാണ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ. ആ അന്വേഷണത്തിന് മനുഷ്യനോളം പഴക്കമുണ്ട്. ഹാറൂൻ റഷീദ് റഹിമഹുല്ലാ ഇമാം മാലിക്കിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് എന്താണ് തെളിവ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മനുഷ്യർക്കിടയിലെ ഭാഷാ വൈവിധ്യം, നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള വൈവിധ്യം. എത്ര അത്ഭുതം! 40 ലക്ഷം കുട്ടികളാണ് ഒരു ദിവസം ജനിക്കുന്നത് ദുനിയാവിൽ. വ്യത്യസ്ത രാജ്യങ്ങളിൽ എല്ലാ രാജ്യക്കാരും അതാത് രാജ്യക്കാർ രൂപത്തിലാണ് ജനിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പോലെയില്ല. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു കുട്ടി, ഒരു മാതാപിതാക്കൾക്ക് 4-5 കുട്ടി ഉണ്ടെങ്കിൽ നാല് രൂപമാണ്. എന്നാൽ ആ 4 കുട്ടികളിലും അവിടെ മുഖച്ഛയായി ഉമ്മനെയും ബാപ്പനെയും വെക്കാൻ കഴിവുള്ളവരാണ് അല്ലാഹു. അതാണോ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ചില മനുഷ്യന്മാരെ കണ്ടാൽ ഉമ്മയും ബാപ്പി ആരാന്ന് ചോദിക്കേണ്ടതില്ല, അത് ഇന്നാളെ മോനല്ലേ. എന്താ കാരണം? ആ കുട്ടിന്റെ മുഖത്തുനിന്ന് ഉമ്മനെയും ബാപ്പനെയും പറിച്ചെടുക്കുക. എന്നാൽ ഉമ്മയും ബാപ്പയും വേറെ രൂപമാണ്. ഈ സൃഷ്ടിപ്പ്, ഈ അത്ഭുതം ലോകത്തൊരാൾക്കില്ല. അതാണ് സൃഷ്ടാവിന്റെ അസ്തിത്വത്തിന് ഇമാം മാലിക് റഹിമഹുല്ലാ ഹാറൂൻ റഷീദ് റഹിമഹുല്ലക്ക് കൊടുത്ത മറുപടി. ചില നിരീശ്വരവാദികൾ വന്നിട്ട് ഇമാം അഹ്മദിനോട് അള്ളാഹു ഉണ്ടോ അല്ലേ എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചു. അവത്തെ മലയാളയ്ക്ക് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒരു കഥ പറയാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം. എന്താ കഥ? എന്നിട്ട് അദ്ദേഹം ഒരു യാത്ര പോവുകയാണ്.
പോകുമ്പോ മുമ്പിലൊരു പുഴ വന്നു. പുഴ മുറിച്ചു കിടക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പൊ എങ്ങനെ ഇപ്പൊ ഞാൻ അക്കരെ എത്തുക എന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പോ ഒരു മരം സ്വയം മുറിഞ്ഞു വീണു. എന്നിട്ട് അത് സ്വയം കഷ്ണങ്ങളായി മാറി, പലകയായി. അത് ആ പലകളൊക്കെ യോജിച്ച് പെട്ടെന്നൊരു കപ്പലുണ്ടായി. ആ കപ്പലിൽ കയറിയിട്ടാണ് ഞാൻ പുഴ കടന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടവരൊക്കെ മനസ്സിലാക്കി ഇയാൾക്ക് ഭ്രാന്ത് മുറുക്കൻ തന്നെയാണ്. ഒരു മരം സ്വയം മുറിഞ്ഞു വീഴി. എന്നിട്ട് ഒരു കപ്പൽ, ഒരു കേടുപാടില്ലാത്ത കപ്പലായി മാറി. എന്നിട്ട് ആ കപ്പൽ സ്വയം ഓടി. എന്നിട്ട് നിങ്ങൾ ആ കപ്പലിൽ കയറി പുഴ മുറിച്ചു കടന്നു. എന്ത് വിഡ്ഢിത്തമാണ്! അപ്പൊ ഇമാം അഹമ്മദ് അവരോട് ചോദിച്ചു, ഈ പ്രപഞ്ചം താനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭ്രാന്തിന്റെ അളവ് എത്രയാ? നിങ്ങൾ ഞാനൊരു കപ്പല് താനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭ്രാന്തായി. ഈ പ്രപഞ്ചം താനെ ഉണ്ടായി എന്ന് പറയുമ്പോ നിങ്ങളെ ഭ്രാന്തിന്റെ അളവ് എത്രയാ? അങ്ങനെ ആ കേട്ട ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു, വിശ്വാസികളായി. ഇമാം ഷാഫിഈ റഹിമഹുല്ലയോട് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവെന്താന്ന് ഒരാൾ ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞു, ഒരു അമറാത്തി ഇല, ഒരില, നിങ്ങൾക്ക് പരിചയമുള്ള ഇല സങ്കല്പിച്ചോളൂ. ആ ഇല ഒരു പുഴു തിന്നുന്നു, പട്ടുനൂൽ പുഴു. ആ ഇല നൂലായി പുറത്തേക്ക് വരും. അതേ ഇല തേനീച്ച തിന്നാലോ? അമറാത്തി ഇല തേനായിട്ടാണ് പുറത്തേക്ക് വരിക. ആടും മാടും കഴിച്ചാലോ? ചാണകമായിട്ടാണ് പുറത്തേക്ക് വരിക. കസ്തൂരി മാന തിന്നാലോ? കസ്തൂരിയാണ് പുറത്തേക്ക് വരിക. ഇതെങ്ങനെ സംഭവിക്കും? തിന്നുന്ന തീറ്റ ഒക്കെ ഒന്നാണ്, പുറത്തേക്ക് വരുന്ന ഉൽപ്പന്നം വ്യത്യസ്തമാണ്. ഇതാണ് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവായി അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഇമാം അഹമ്മദിനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് കോഴിമുട്ട വിരിയുന്നതാണ്. കോഴിമുട്ട 21ാമത്തെ ദിവസം വിരിഞ്ഞു വരുന്നത് എത്ര അത്ഭുതമാണ്! 21ാമത്തെ ദിവസം ഈ മുട്ട പൊട്ടിക്കുന്നത് ആരാണ്? ഈ മുട്ടക്കുള്ളിലെ കോഴിയാണ്. ആ കോഴിക്ക് ഡേറ്റ് അറിയും, കലണ്ടർ അറിയും? അറിയില്ലല്ലോ. പക്ഷെ 21ാമത്തെ ദിവസം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മുട്ട പൊട്ടിച്ച കുട്ടി പുറത്തേക്ക് വരുന്നു. ഈ കുട്ടിക്ക് ഈ ദിവസം മുട്ട പൊട്ടിക്കണമെന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഇതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ചോദിച്ചത്. ഇതൊക്കെ പണ്ഡിത കേസരികൾ നൽകിയ വിവിധങ്ങളായ മറുപടികളാണ്. നമുക്കൊരു നാടൻ മറുപടി കേൾക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഗ്രാമീണനായ അറബി, അറാബി എന്നാ പറയാം, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. ഒരു ഗ്രാമീണനായ അറബിയോട് ചോദിച്ചു, കൈഫ അറഫ്ത റബ്ബക്, നിനക്കൊരു റബ്ബുണ്ട് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചാണകം കണ്ടാൽ, ഒട്ടകം നടന്നുപോയി നമുക്ക് മനസ്സിലാവൂലേ? നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ആനപ്പിണ്ടി കണ്ടാൽ, ഓ ഇതിലെ രാവിലെ ആന പോയിന്, ഇത് നമുക്ക് മനസ്സിലാവൂലേ? ഒരു ചവിട്ടടി കണ്ടാൽ അത് മനുഷ്യനാണോ, മൃഗമാണോ, പൂച്ചയാണോ എന്ന് മനസ്സിലാവൂലേ? മനസ്സിലാവും. ഈ അണ്ടകടാഹം, ന്യൂനതയില്ലാത്ത, വളരെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാശിമണ്ഡലങ്ങളുള്ള ഈ മഹാപ്രപഞ്ചം, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നില്ലേ എന്നൊരു ഗ്രാമീണനായ അറബി ചോദിച്ചത് ഹദീസുകളിൽ കാണാം. അപ്പൊ അത് മനസ്സിലാവണം ആദ്യം. എന്നിട്ട് അള്ളാന്റെ ഖാലിഖിയത്ത്, സൃഷ്ടിപ്പ്, സൃഷ്ടാവ് എന്ന നിലക്കുള്ള അതിന്റെ എന്താ പറയാ, അതിന്റെ നിർമ്മാണം, സൃഷ്ടിപ്പ് ആരാണ്? അള്ളാഹുവാണ്. വേറൊരാൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. പരിപാലകൻ ആരാണ്? അള്ളാഹുവാണ്. ഇതൊക്കെ മനസ്സിലായ ഒരാള് പിന്നീട് നിങ്ങൾ അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കെ. അവ അള്ളാഹുവിനോടുള്ള കടപ്പാട് ഒരിക്കലും ഒരു മനുഷ്യൻ മറക്കാൻ പാടില്ല. അവൻ നടന്നു പോകുന്ന ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അവന്റെ ശരീരത്തിലെ 98% ജലമാണ്, അള്ളാഹുവിൻ്റെതാണ്. അവൻ കഴിക്കുന്ന ഭക്ഷണം അള്ളാഹു രൂപപ്പെടുത്തി തരുന്നതാണ്. മണ്ണിനെ മണ്ണായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിന്റെ വകഭേദമായി അള്ളാഹു നൽകുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എത്ര അത്ഭുതകരമായ സംഗതിയാണ്! അതൊക്കെ മനസ്സിലാക്കിയ ഒരാള് അള്ളാഹ്ക്ക് പകരക്കാരുണ്ടാക്കരുത്. ദുആയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും സഹായതട്ടും ഒക്കെ പടച്ച റബ്ബിനോടെ പാടുള്ളൂ എന്ന അടിസ്ഥാന തത്വം അള്ളാഹു പഠിപ്പിക്കുക. ഇനി 23ാമത്തെ ആയത്ത്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. വഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഇന്നെന്ന ഒരു നിബന്ധന, ഒരു ഷർത്താണ്. ആണെങ്കിൽ, എങ്കിൽ അർത്ഥം. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ.
ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ, റൈബ് ഷക്ക് ലാ ഷക്ക ഫീ എന്ന് പറയുന്നത്, ഷക്ക് സംശയം. ഖുർആൻ പറഞ്ഞല്ലോ ലാ റൈബ ഫീ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ഇൻ കുൽത്തും നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ സംശയത്തിലാണെങ്കിൽ, ഏതിനെ സംബന്ധിച്ച്? മിമ്മാ നസ്സൽന നാം ഇറക്കിയതിനെ സംബന്ധിച്ച്. നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കിന, നസ്സല എന്ന് പറഞ്ഞാൽ സ്വയം ഇറങ്ങിന, നസ്സല ഇറക്കുക. മിമ്മാ നസ്സൽന നാം ഇറക്കിയതിനെ സംബന്ധിച്ച്, അല അബിദിന നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിക്കൊടുത്ത ഈ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും നിലക്കുള്ള സംശയത്തിലാണെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരും ബിസൂറത്തിൻ ഒരു സൂറത്ത്, ഇതിലുള്ളതിനു തുല്യമായ, മിംമിഥിനി എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിനുള്ള അധ്യായത്തിന് തുല്യമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ വിളിച്ചോളൂ ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ, മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ. നിങ്ങൾ ഒറ്റക്ക് വേണ്ട, പടച്ചവനല്ലാത്ത നിങ്ങൾക്ക് എവിടുന്നൊക്കെ ഹെൽപ്പ് കിട്ടാനുണ്ടോ അവരെല്ലാവരും നിങ്ങൾ വിളിച്ചോളൂ. ഇൻ കുൻതും സ്വാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇതാണ് പദപരിചയം. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഈ ഖുർആനിൽ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിണ്ടാക്കിയതാണെന്നോ, അല്ല പൂർവ്വ വേദഗ്രന്ഥത്തിൽ നിന്ന് കോപ്പി അടിച്ചാണെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയണതാണെന്നോ, അല്ല വല്ല കവിതയാണെന്നോ, അല്ലെങ്കിൽ വല്ല മന്ത്രജാലമാണെന്നോ ഒക്കെ നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് കൊണ്ടുവരാലോ. മൊത്തത്തിൽ കൊണ്ടുവരണ്ട, ഒരു സൂറത്ത് ഏതുപോലെ, ഏത് മിൻ മിസ്ലിഹി ഈ ഖുർആനിൽ ഉള്ളതിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ. നിങ്ങൾ ഒറ്റക്ക് വേണ്ട. വദ്ഉ ശുഹദാഅക്കും നിങ്ങൾക്ക് എവിടുന്നൊക്കെ സാക്ഷികളെ, സഹായികളെ കിട്ടുമോ നിങ്ങൾ വിളിച്ചോളി. അള്ളാനെ മാത്രം വിളിക്കും, മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ. ഇൻ കുൻതും സ്വാദിഖീൻ നിങ്ങളുടെ ജൽപ്പനം സത്യസന്ധമാണ്. എന്താ ജൽപ്പനം? അവര് പറഞ്ഞു, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം കെട്ടിയുണ്ടാക്കുന്നതാണ് ഖുർആൻ എന്നൊരു ജൽപ്പനം. രണ്ട്, അസാത്തീറുൽ അവ്വലിൻ പഴംപുരാണാണ്. ആരൊക്കെയോ എന്നൊക്കെ കേട്ട് ഇങ്ങനെ പറയാം. ശരി, അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾ കൊണ്ടുവരി. പരിശുദ്ധ ഖുർആന്റെ വളരെ വ്യക്തമായ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിടെ വളരെ അത്ഭുതകരമായ ഒരു പദപ്രയോഗം നടത്തിയിട്ട് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാടുണ്ട്. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിനാ എന്റെ അടിമയുടെ മേൽ നാം ഇറക്കിക്കൊടുത്ത ഇതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ. അബ്ദ് എന്നൊരു പദപ്രയോഗം നടത്തി. ഇത് നമ്മൾ അല്പം പഠിക്കേണ്ടതാണ്. അബ്ദ് അടിമ. ഒരു മനുഷ്യൻ ആദ്യമായി മനസ്സിലാക്കിയ അവൻ അടിമ, അവൻ ഒരു ഉടമയുണ്ട്. ഞാൻ എത്ര തന്നെ ഉയർന്നാൽ, അള്ളാഹു എനിക്ക് എന്തെല്ലാം നിഅമത്തുകൾ തന്നാൽ ഞാൻ അടിമയാണ്, ഒരിക്കലും ഉടമയാവില്ല. നമ്മളെ നാട്ടിലൊക്കെ നിസ്കരിക്കാതായാൽ മതി ഉടമയാവും. നമ്മളെ കേരളത്തില് വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. എന്താ തെളിവ്? ഉപനിസ്കരിക്കല്ലായിരുന്നു, ഉപർ നോൽപോലിക്കല്ലായിരുന്നു. 10-12 കൊല്ലക്കാലം ഒരു മനുഷ്യന്റെ വീട്ടിന്റെ മുകളിൽ താമസിച്ച് ജുമാഅക്ക് പോലും പോയില്ല. അതാണത്രേ ഈ ലോകം നിയന്ത്രിക്കാനുള്ള അധികാരത്തിന്റെ തെളിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വലിയൊരു വിഡിത്താണ് ഈ പറഞ്ഞത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു മനുഷ്യന് അള്ളാഹു എന്തൊക്കെ കൊടുത്താലും കൊടുത്തില്ലേ, അവൻ എത്ര അള്ളാഹുലേക്ക് അടുത്താൽ, അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത സൃഷ്ടികളിൽ ഏറ്റവും അടുത്തവർ പ്രവാചകന്മാരാണ്. ഒരു മനുഷ്യനെ അത്ര തന്നെ ഇബാദത്ത് ചെയ്താൽ പ്രവാചകന്മാരുടെ അടുക്കലെത്താൻ പറ്റൂല. എന്നിട്ടല്ല പ്രവാചകന്റെ മുള വരല്. പ്രവാചകനെ പറ്റി അള്ളാഹു പറയാ അബ്ദ് അബ്ദ് അബ്ദ്. എത്ര സ്ഥലത്ത്. എന്തിനാ? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ സംഗതി, ഞാൻ ഒരു അടിമ, എനിക്കൊരു ഉടമയും. രണ്ട്, ഒരു മനുഷ്യൻ എത്ര ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താലും അടിമയാണ്, ഒരിക്കലും ഉടമന്റെ അടുത്തെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കാനാണ്. ഇതിവിടെ മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞു. 97-ാം അധ്യായം ആദ്യം ഇറങ്ങിയ സൂറത്തുൽ അലഖാണ്. ആ അലക്കില് അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, കഅബന്റെ അടുത്ത് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ പിരടിയിൽ ഒരു ശത്രു
ചീഞ്ഞടിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയിട്ടു. ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് സൂറത്തുൽ അലഖിൽ ഞാൻ ഓതിയ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഇറങ്ങിയത്. ആ ആയത്ത് സംഭവം അള്ളാഹ് തുടങ്ങുന്നത് ഇങ്ങനെ: അറഅയ്തല്ലദീ യൻഹാ. ആ തടഞ്ഞ ഒരുവനെ നീ കണ്ടോ? ആരെ തടഞ്ഞത്? റസൂലൻ അല്ല, നബിയൻ അല്ല, മുഹമ്മദൻ അല്ല, അബ്ദൻ, ഒരടിമയൻ. ഇദാ സ്വല്ല, അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ പെരടിയിലാണ് ഈ ചീഞ്ഞളിഞ്ഞ കൊടുമാല കൊണ്ടുപോയിട്ടത്. അവിടെ റസൂലെന്നോ നബിയെന്നോ മുഹമ്മദ് എന്നോ പറയാതെ അബ്ദൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫ്, ഇസ്രാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇന്നും ലഭിച്ച ശാസ്ത്രീയ അറിവ് കൊണ്ട് ഈ ഇസ്രാ മിഅ്റാജ് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അത്ഭുതം. എത്രയോ കോടിക്കണക്കിന് പ്രകാശ വർഷം അകലെ ഒന്നാം ആകാശത്തെ ശാസ്ത്രം എത്തിയിട്ടില്ല. ഏഴാം ആകാശത്തിന് മുകളിൽ പോയിട്ട് അള്ളായിട്ട് സംസാരിച്ച് സ്വർഗവും നരകവും ഒക്കെ കണ്ട് തിരിച്ച് നേരം വെളുക്കുമ്പത്തിന്റെ വീട്ടിലെത്തിയെന്നാ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ബുദ്ധി കൊണ്ട് ഇല്ല, അള്ളാഹ് പറഞ്ഞിട്ട് അംഗീകരിക്കുക. ശരി, ആ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ, എന്താ അറിയോ, ഇത്ര വലിയൊരു അത്ഭുതം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് എന്നാലും പ്രവാചകൻ അടിമയാണ്, ഉടമയാവൂല. ഇവിടെ ചെറിയ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ പറഞ്ഞ് പെരുപ്പിച്ച ആളെ കറാമത്ത് വിറ്റ് ജീവിക്കുന്ന ആളുകളാണുള്ളത്. ഏറ്റവും വലിയ കറാമത്തല്ലേ ഇത്? ഏഴാം ആകാശത്തിന് മുകളിൽ പോയി. എന്നാൽ അതൊക്കെ സംഭവിച്ച പ്രവാചകൻ ആരാണ്? അടിമൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറമിൽ നിന്ന് തന്റെ അടിമയെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നു. അവിടെ അടിമ എന്നാണ് ഉപയോഗിച്ചത്. അടുത്തത് വെള്ളിയാഴ്ച നമ്മൾ പോകുന്ന സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫിൽ അള്ളാന്റെ റസൂൽ അള്ളാഹു പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഈ അത്യത്ഭുതകരമായ ഈ ഗ്രന്ഥം, സമാനതകളില്ലാത്ത ഈ ഗ്രന്ഥം, പകരം വെക്കാനില്ലാത്ത ഗ്രന്ഥം, ഒരു സൂറത്ത് പോലും നമ്മൾക്ക് നിർമ്മിക്കാൻ കഴിയാത്ത വിധം അമാനുഷികമായ ഈ ഗ്രന്ഥം തന്റെ അടിമക്ക് ഇറക്കി കൊടുത്തവനാകുന്നു സർവസ്തുതി. അവിടെ അടിമ എന്നാണ് ഉപയോഗിച്ചത്. 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ, അള്ളാഹു ഒന്നാമത്തെ ആയത്ത് തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. ലോകർക്ക് മുഴുവൻ മുന്നറിയിപ്പ് നൽകാൻ തന്റെ അടിമയ്ക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അടിമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറ്റി ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. റസൂല് രണ്ടാമതാ, അതിന്റെ മുമ്പ് ആദ്യം വരുന്നത് അബ്ദ്. വളരെ മനോവിഷമുണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയൊരു സൂറത്ത് പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അമതിക്, നിന്റെ അടിമയായ ഒരു പെണ്ണിന്റെ മകനാണ്. വബ്നു അബ്ദിക്, നിന്റെ അടിമയായ ഒരു പുരുഷന്റെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ മൂത്താവ് നിന്റെ കരങ്ങളിലാണ്. മാദിൻ ഫിയ ഹുക്മുക്, എന്റെ വിഷയത്തിന്റെ തീരുമാനം എന്നോ കഴിഞ്ഞുപോയി. അദ്ലും ഫിയ ഖളാഉക്, എന്റെ വിഷയത്തിന് എന്ത് തീരുമാനിച്ചോ അതിൽ നീതിയുണ്ട്. ഇങ്ങനെ പറയുന്ന ദീർഘമായ പ്രാർത്ഥനയിൽ അള്ളാഹു റസൂൽ പറയാം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ഇത് മറന്നുപോയത്. ഇനി അള്ളാഹ് നമ്മളെ വിളിച്ചത് ഖുൽ യാ ഇബാദി യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. തെറ്റ് ചെയ്തവരെ അള്ളാഹ് വിളിക്കുക എന്റെ അടിമകളെ. മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്ന, നല്ല മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ ആ നല്ല മനുഷ്യനോട് പറയും, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ.
ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സംതൃപ്തി അടഞ്ഞ ആത്മാവേ, വരൂ, കൊണ്ടുപോവാ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചോളൂ. വദ്ഖുലി ജന്നതി, അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. ഇവിടെ അള്ളാഹു പറയാതെ പറയുന്നറിയാം, എന്റെ അടിമയായി ജീവിച്ചവർ എന്ന് പറഞ്ഞാൽ എന്റെ കൽപ്പനകൾ എന്നിൽ വിശ്വസിച്ച് എന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് ജീവിച്ച എന്റെ അടിമകൾ, അവരെ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചോളൂ, അവരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അതാണ് അബ്ദ്. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, എന്റെ അടിമക്ക് ഞാൻ ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഈ ഖുർആനിലുള്ള ഒരധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക. അത് നിങ്ങൾ ഒറ്റക്കാക്കണ്ട. വദുഉ, നിങ്ങൾ വിളിച്ചോളൂ, ശുഹദാഅക്കും, നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ, മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇവിടെ ഖുർആനെ വിമർശിക്കുന്ന ആളുകളെ കൈവട്ടാനല്ല പറയുന്നത്, തലവട്ടാനല്ല പറയുന്നത്. മൂവാറ്റുപുഴ ഒരു പ്രൊഫസർ ഒരു ചോദ്യപേപ്പർ ഉണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യായിരുന്നു. ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ പ്രവാചകൻ വിമർശിച്ച ആളുകളെ കൈവട്ടാൻ റസൂൽ പറഞ്ഞു? ഇല്ല. ഖുർആനെ വിമർശിക്കുന്നു ഇവിടെ, എന്നിട്ട് അള്ളാഹു വല തലവട്ടാൻ പറഞ്ഞു. ഖുർആൻ അവരെ സർഗാത്മകമായി വെല്ലുവിളിക്കുക. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഖുർആൻ ദൈവികമാണെന്നതിന് ഒന്നാമത്തെ തെളിവാണ്. ഖുർആനെ വിമർശിക്കുന്ന ആളുകളോട് സർഗാത്മകമായി വെല്ലുവിളിക്കുക മാത്ര ഖുർആൻ ചെയ്തത്. എന്താ വെല്ലുവിളി? നിങ്ങളൊന്ന് കൊണ്ടുവരുന്നാല്, നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ഇതുപോലെ ഗ്രന്ഥം കൊണ്ടുവരൂ. ആ വെല്ലുവിളി 100 വട്ടം ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ കടുപ്പുള്ളതാ. ഈ കാലഘട്ടം അത്രയും 1400 കൊല്ലം കഴിഞ്ഞിട്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അറബി സാഹിത്യത്തിൽ സാധിച്ചോ? ഇല്ല. അതാണ് ഖുർആൻ. സർഗാത്മകമായി വെല്ലുവിളിക്കുക. എത്ര സ്ഥലത്ത് കൊല്ല ഇനിജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. ഖുർആൻ പറഞ്ഞ സൂറത്ത് ഇസ്രായേൽ. ഖുൽ, നബിയെ പറയുക, ലഇനിജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, മനുഷ്യരും ജിന്നും ഒന്നാകെ ഒരുമിച്ച് കൂടിയാൽ, അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ, ലാ യഅ്തൂന ബിമിത്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ, അവർ പരസ്പരം എത്ര ആത്മാർത്ഥമായി സഹകരിച്ചാലും പ്രവാചകരെ ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഹത്തൽ ഖിയാമ, ലോകാവസാനം വരെ അവർക്ക് സാധിക്കൂല. സൂറത്ത് ഇസ്രാ. സൂറത്ത് ഹൂദിൽ കാണാം, ഖുൽ ഫഅ്തു ബിഅശ്രി സൂവരിൻ മിത്ലിഹി മുഫ്തറയാത്ത്, അവര് കെട്ടിച്ചമച്ച ഒരു 10 സൂറത്ത് ഓല് കൊണ്ടുവരട്ടെ, ഒരു 10 സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി സൂറത്ത് ഹൂദിൽ കാണാം. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിത്ലിഹി, ഒരു സൂറത്ത് എന്ന് സൂറത്ത് യൂനുസിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ അള്ളാഹു പറയണത് പിന്നെ ഒരു സൂറത്ത് കൊണ്ടുവരാനാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഹൂദും അതേപോലെ തന്നെ ഈ ഇസ്രാഉം ഒക്കെ മക്കി സൂറത്താണ്. ഈ മക്കി സൂറത്തിൽ നടത്തിയ ഈ വെല്ലുവിളി സൂറത്തുൽ ബഖറ എന്ന മദനി സൂറത്തിൽ അള്ളാഹു ആവർത്തിക്കുകയാണ്. പക്ഷെ ആവർത്തിച്ചിട്ടും ഇന്ന് വരെ ഒരാൾക്കും അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരണം എന്നാണ് സൂറത്ത് ഇസ്രായിൽ അള്ളാഹു ആവശ്യപ്പെട്ടത്. ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഹൂദിൽ ആവശ്യപ്പെട്ടത്. ഇനി ഒരു സൂറത്ത്, ഖുർആനിലെ 3 ആയത്തുള്ള സൂറത്തുണ്ടല്ലോ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അതുപോലെ സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഖുർആനിൽ 100 കണക്കിന് ആയത്തുള്ള സൂറത്തുണ്ട്, 3 ആയത്തുള്ള സൂറത്ത്. ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സൂറത്തിന് തുല്യമായി ഒരു സൂറത്ത് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല എന്നാണ്. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ അമാനുഷികത. 1400 കൊല്ലമായി ഈ വെല്ലുവിളി നിലനിൽക്കുന്നു എന്നതാണ്. ഇനി അള്ളാഹു ഇങ്ങനെയൊക്കെ വ്യക്തമായി ദൈവികമാണെന്ന് മനസ്സിലായിട്ട് ഖുർആൻ അംഗീകരിക്കാത്ത ആളുകളോട് നടത്തുന്ന ശക്തമായ ഒരു താക്കീതാണ് അടുത്തായത്ത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ഗവേഷണം നടത്തി ആഴത്തിൽ പഠിക്കുവാനും അതിന്റെ വെളിച്ചം ജീവിതത്തിൽ സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്.
22, 23 ആയത്താണ് ഇന്ന് എടുത്തിട്ടുള്ളത്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞത് കേട്ടതും സ്വാലിഹ് അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ അഹ്ലുൽ ഖുർആന്റെ അഹ്ലുകാരായ പ്രത്യേക കുടുംബക്കാരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.